നമസ്കാരം. ഫോട്ടോഷോപ്പിൽ ട്രൈഫോൾഡ് ബ്രോഷർ ചെയ്യുന്നതിൻ്റെ രണ്ട് ഭാഗം വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തത് അഥവാ അവസാനത്തെ ഭാഗം വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൂടെ ഒരു ട്രൈഫോൾഡ് ബ്രോഷർ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത 5ാമത്തെ പേജാണിത്. ഇനി 6ാമത്തെ പേജാണ്. ടോട്ടൽ 6 പേജാണ് ട്രൈഫോൾഡ് ബ്രോഷറിനുള്ളത്. അതിൽ 6ാമത്തെ പേജാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഈ ഫയലിനെ തന്നെ നമ്മൾ സേവ് ആസ് ചെയ്യുന്നു. പേജ് 6 എന്ന് പറഞ്ഞ് ഉള്ള പേജിലാണ് സേവ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് കളയാം. ആവശ്യമില്ലാത്ത പിക്ചറുകളെല്ലാം എടുത്തും കളയുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ പിക്ചറിനെ എടുക്കുകയാണ്. ഇതിനകത്തൊരു പിക്ചർ കൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂൾ ടൈപ്പ് പിക്ചറാണ്. അതിങ്ങനെ എടുക്കുന്നു. അത് കട്ട് ചെയ്ത് കൃത്യം സൈസിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കതിനെ കൊണ്ട് പ്ലേസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇവിടെ അതിനെ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ മാറ്റർ ഓപ്പൺ ചെയ്യാം. നമ്മൾ അതിലേക്ക് ആവശ്യമായ മാറ്ററുകളൊക്കെ നേരത്തെ തന്നെ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് മാറ്ററിനെ എടുത്തുകൊണ്ട് വരാം. പേജ് 6 എന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. അതിൽ വരുന്ന മാറ്ററാണ്. അപ്പം ഇത്രയും ഒരു മാറ്ററുണ്ട്. അതിനെ കോപ്പി ചെയ്യുകയാണ്. വേഡ്പാഡിലായതുകൊണ്ട് കുറേ നീളത്തിൽ ഇങ്ങനെ കിടക്കും. അത് നമ്മൾ അങ്ങേയറ്റം വരെ ഒരുമിച്ച് പോയി കോപ്പി ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനെ ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഇവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അതിനെ പേസ്റ്റ് ചെയ്യേണ്ടത്. കൂടുതൽ മാറ്റർ ഉള്ളതുകൊണ്ടാണ് ഡ്രാഗ് ചെയ്ത് വെക്കുന്നത്. അതിനെ ഇവിടെ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കളർ വൈറ്റ് കളറായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വൈറ്റ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ. നമ്മുടെ ക്യാരക്ടർ മെനു ഇതിൽ നിന്ന് പോയി അതിനെ ഒന്നുകൂടെ പോയി എടുക്കാം. ഈ വിൻഡോ മെനുവിൽ ക്യാരക്ടർ കിടപ്പുണ്ട്. അവിടെ പോയിട്ട് അതിൻ്റെ കളർ ഞാൻ ബ്ലാക്ക് കൊടുക്കുകയാണ്. യെല്ലോ മാറ്റിയിട്ട് ബ്ലാക്ക് കൊടുത്തു. അതിനുശേഷം ഇതിനെ നമുക്ക് ഈ ഗൈഡ് ലൈനിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് വെക്കാം. അതുപോലെ അതിനകത്ത് അതിനെ പാരഗ്രാഫിൽ പോയിട്ട് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതും ചെയ്യാം. അത്രയും മതിയാവും. അത് ആ ബ്ലൂ കളറിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കേണ്ടതുള്ളത് കൊണ്ട് അതിൻ്റെ പോയിൻറ്റ് സൈസ് ഒരു 7.5 എന്നുള്ളത് 7 ആക്കി കൊടുക്കുകയാണ്. 7 അല്ലെങ്കിൽ 6.5 കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഒതുങ്ങി നിന്നോളും. ഓക്കെ. ഇനി അതിനെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് താഴെ സ്വിമ്മിംഗ് പൂൾ ഡിസൈൻ എന്ന് പറഞ്ഞുള്ള ഒരു മാറ്ററുണ്ട്. ഇവിടെ കിടപ്പുണ്ട്. അതിനെ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കുക. അല്പം കൂടി വലുതാവേണ്ടതുണ്ട്. വലുതാവണം. ബോൾഡും ആയിരിക്കുന്നതാണ്. നമുക്ക് ആ ലോഗോ അവിടെ ആവശ്യമില്ല. അല്പം താഴേക്ക് മാറ്റിയാണ് ലോഗോ. തൽക്കാലം താഴത്തേക്ക് മാറ്റി വെക്കുകയാണ്. കാരണം അവസാന പേജ്, ഏറ്റവും ബാക്ക് പേജ് ഇതായതുകൊണ്ട് അവിടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അതുകൊണ്ടാണ് ലോഗോ ഞാൻ തൽക്കാലം ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കളയാതെ. ഇനി ബാക്കി മാറ്റർ എടുക്കുകയാണ്. ഇത്രയും ഓരോ ഭാഗം പാർട്ടായിട്ട് എടുക്കാം. ആദ്യം ഇതെടുത്തു. അതിനെ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. അതിനും ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് സെൻറ്റർ അലൈൻമെൻറ്റ് ആക്കാം. ക്യാരക്ടറിൽ പോയിട്ട് അതിൻ്റെ പോയിൻറ്റ് സൈസ് ഒരു 8 മതിയാവും.
ആ ക്ലിപ്പ് തന്നെ നിലനിർത്തിക്കൊണ്ട് അതിലേക്ക് ബാക്കി വരുന്നത് ടൈപ്പ് ചെയ്ത് വെക്കാം. ടൈപ്പ് ചെയ്ത് മാറ്റം നമ്മളിലുണ്ട്, അതിനെ താഴേക്ക് പ്ലേസ് ചെയ്താൽ മതി. ഇനി ബാക്കിയുള്ള ഭാഗം ഇതാണ്. വാട്ടർ ഫീച്ചേഴ്സ് എന്ന് കൊടുത്തതിന് ശേഷം ഇതാ ഇവിടം വരെ ഗാർഡൻ പോൺസ്. ഇതിൽ വാട്ടർ ഫീച്ചേഴ്സ് എന്നുള്ളത് ഹെഡിങ്ങാണ്. അതിനെ അല്പം ബോൾഡാക്കി തന്നെ വേണം കൊടുക്കാൻ. നമ്മൾ ബോൾഡാക്കുന്നു. വേണമെങ്കിൽ ഒരു പോയിന്റ് കൂട്ടിയും കൊടുക്കാം, അപ്പോൾ അതല്പം വലുതായിട്ട് കിട്ടും. എന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഇതാണ്. അതിനെ കൂടെ ഞാൻ കോപ്പി ചെയ്തെടുത്ത് ഇതിൻ്റെ താഴേക്ക് പ്ലേസ് ചെയ്യുകയാണ്. അതിൽ ഇറിഗേഷൻ സിസ്റ്റം എന്നുള്ളത് ഹെഡിങ് ആയതുകൊണ്ട് അതിൻ്റെ പോയിന്റ് കൂട്ടുന്നു, അതിനെ ബോൾഡാക്കുന്നു. ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നു, എൻ്റർ അടിച്ചാൽ മതി. അതിനെ അല്പം താഴേക്ക് മാറ്റി വെക്കും. പിന്നെ ഇത് ഓരോന്നും ഓരോ ബുള്ളറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. അത് വെഡ്ഡിങ്സ് എടുത്താൽ ഒരു പക്ഷേ ആ ബുള്ളറ്റ് കിട്ടുള്ളൂ. തൽക്കാലം നമുക്കതിൻ്റെ അഡ്രസ്സിനെ എടുത്തുകൊണ്ട് വരാം. ലോഗോ നമുക്കിവിടെ ഉണ്ട്. ലോഗോയും അഡ്രസ്സുമാണ് അവസാനം വരുന്നത്. അപ്പോൾ അത് ലോഗോ ഇവിടെ കിടക്കുന്നു. ഇനി അഡ്രസ്സ് നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ മതി. ഇവിടെയുണ്ട്, അതിന് കോപ്പി ചെയ്യുന്നു. അഡ്രസ്സിനെ നമുക്ക് ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. അത് ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പോയിന്റ് സൈസിൽ അല്പം കുറച്ചതാണ്. പോയിന്റ് സൈസ് കുറയ്ക്കുക മാത്രമല്ല, അത് കുറച്ചും കൂടെ ഒതുങ്ങിയ ഒരു ഫോണ്ട് കൊടുക്കുന്നതായിരിക്കും അവിടെ പ്ലേസ് ചെയ്യാൻ എളുപ്പം. അല്ലെങ്കിൽ അവിടെ അത് പ്ലേസ് ആകാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ആ അഡ്രസ്സിനെ അവിടെ തന്നെ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്പം കൂടി ഒതുങ്ങിയ ഒരു ഫോണ്ട്, ഈ ഒരു ഫോണ്ട് മതിയാവും. അതാകുമ്പോൾ അവിടെ കൃത്യമായി നിന്നോളൂ. ഓക്കെ, അതിനെ അവിടെ ആ രീതിയിൽ കൊണ്ടുവയ്ക്കാം. ഡ്രാഗ് ചെയ്ത് തന്നെ വെക്കാം, കാരണം ജസ്റ്റിഫൈ ചെയ്ത് വെക്കാനൊക്കെ എളുപ്പം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുമ്പോഴാണ്. പാരഗ്രാഫിൽ പോയിട്ട് അതിന് ജസ്റ്റിഫൈ ചെയ്യാം. അതിനെ ഇവിടെ കൃത്യമായി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 6ാമത്തെ പേജും നമ്മൾ പൂർത്തീകരിച്ചു. ഇനി അതിനെ ചെയ്യേണ്ടത് ട്രൈഫോൾഡ് ബ്രോഷറിൻ്റെ ഷേപ്പിലേക്ക് അതിനെ സെറ്റ് ചെയ്തെടുക്കണം. അതിന് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് ഇതിനെ അങ്ങ് നമ്മൾ ക്ലോസ് ചെയ്യാം. ഫയൽ ക്ലോസ്. പുതിയ ഒരു പേജ്, അതായത് മൊത്തം വലിപ്പം വരുന്നത്
8x21 സെൻറ്റിമീറ്ററാണ്. 28 സെൻറ്റിമീറ്റർ വിട്ടും 21 സെൻറ്റിമീറ്റർ ഹൈറ്റിലുമാണ് ഇത് വരേണ്ടത്. അതാണ് ആ ഒരു ബ്രോഷറിൻ്റെ സൈസ്, 28x21 സെൻറ്റിമീറ്റർ. ആ സൈസിലുള്ള ഒരു ക്യാൻവാസിന് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അതിന് ബാക്കി കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. റെസൊല്യൂഷൻ 300 ആണ്, കളർ മോഡ് CMYK ആണ്, കണ്ടൻറ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രോഷർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെ അങ്ങ് സെറ്റ് ചെയ്യാം. ബ്രോഷർ പേജ് 1, ആ ബ്രോഷർ 1 എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. പേര് കൊടുത്തു, അതിനെ ബ്രോഷർ 1 എന്ന് പറഞ്ഞ് സേവ് ആസ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഒന്നാമത്തെ പേജിനെ ഓപ്പൺ ചെയ്തു. ഒന്നാമത്തെ പേജിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ടൈറ്റിൽ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിൻ്റെ ലെയർ മുഴുവൻ മെർജാക്കിക്കൊണ്ട് നമ്മളൊരു കോപ്പി അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എവിടെയെങ്കിലും പിടിച്ച് വലിച്ചാൽ ആ മൊത്തമായിട്ടേക്ക് പോകുന്നുള്ളൂ. അതിനെടുത്ത് ഇങ്ങോട്ട് കൊണ്ട് പ്ലേസ് ചെയ്തു. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിനെയൊക്കെ ക്ലോസ് ചെയ്ത് കളയാം. ഇത് വരേണ്ടത് ഏറ്റവും റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് കൃത്യമായിട്ട് അതിനെ സേവ് ചെയ്തു. ഇനി ഇവിടെ വരേണ്ടത് 6ാമത്തെ പേജും ഇവിടെ വരേണ്ടത് 5ാമത്തെ പേജുമാണ്. അത്രയാണ് ഒരു സൈഡിൽ വരിക. 1, 6, 5 ആ ക്രമത്തിലാണ് നമ്മുടെ ബ്രോഷർ വരേണ്ടത്. ഇനി 5ാമത്തെ പേജിനെ ഓപ്പൺ ചെയ്യുന്നു. അതിന് ടൈറ്റിൽ ബാറിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുന്നു. അതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കും. അതിനെ കൃത്യമായിട്ട് ഇവിടെ കൊണ്ട് ടച്ച് ചെയ്തൊക്കെ രീതിയിൽ കൃത്യമായി ടച്ച് ചെയ്യാനായിട്ട് നമ്മൾ വ്യൂവിൽ പോയി സ്നാപ്പ് ഓൺ ചെയ്തിട്ടാൽ മതി. ഈ സ്നാപ്പ് എന്നുള്ളത് ഓൺ ആയിക്കിടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അതങ്ങ് നിന്നോളൂ. ഇനി വരേണ്ടത് 5ാമത്തെ പേജ് ഇവിടെയാണ് വരേണ്ടത്. 6ാമത്തെ പേജാണ് ഇവിടെ വരേണ്ടത്. 1, 6, 5 അങ്ങനെയാണ്. ഇനി 6ാമത്തെ പേജിനെ ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തതിന് ശേഷം അത് മെർജ് ചെയ്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. അതെല്ലാം ക്ലോസ് ചെയ്ത് കളയും. അതിനെയും കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശം ഏതാണ്ട് പൂർത്തീകരിച്ചു. അതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ കറക്റ്റായി. ഇനി നമുക്ക് 2ാമത്തെ സൈഡിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്. അതായത് 2, 3, 4 പേജുകൾ അപ്പുറത്തെ സൈഡിലാണ് വരിക. ഫോൾഡിങ് വരുമ്പോൾ ഈ ഭാഗമൊക്കെ ഇത് മടക്കുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നമ്മൾ സേവാസ് ചെയ്ത് ഈ സെയിം സൈസ് എടുക്കാൻ വേണ്ടി അത് സേവാസ് ചെയ്യുന്നു. ബ്രോഷർ 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇതിനകത്തുള്ള ലെയറുകളെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ലെയർ. ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മുടെ 2ാമത്തെ പേജാണ് വേണ്ടത്. 2ാമത്തെ പേജ് ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ മെർജ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുന്നു. അതിനെ ഡ്രാഗ് ചെയ്തു ക്ലോസ് ചെയ്യാം എല്ലാം. ഇതിനെ ഈ ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും. 2ാമത്തെ പേജ്. ഇനി 3ാമത്തെ പേജ്. 3ാമത്തെ പേജ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. മെർജ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റിനെ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്നു. ബാക്കി ഉള്ളതൊക്കെ ക്ലോസ് ചെയ്ത് കളയാം. അതിനെയും കൃത്യമായിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വേണമെങ്കിൽ അത് സൂം ചെയ്തൊക്കെ നോക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം. കറക്റ്റായിട്ടാണോ വന്നേക്കുന്നത്. ഈ ലൈനൊക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മളായിട്ട ഓരോന്നാളും കൃത്യം ലൈനിൽ തന്നെ വരും. ഇനി 1, 2, 3, 4 4ാമത്തെ പേജാണ് എടുക്കേണ്ടത്. 4ാമത്തെ പേജ് ഓപ്പൺ ചെയ്യുന്നു. അതിനെ നമ്മൾ മെർജ് ചെയ്യുന്നു. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് അത് പഴയതൊന്ന് ക്ലോസ് ചെയ്ത് കളയാം. അതിനെ നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ട് കൃത്യമായിട്ട് അതിനെ സേവ് ചെയ്യാം. ഇപ്പോൾ 1, 2 പേജുകൾ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കറക്റ്റായി തന്നെ വെച്ചിട്ടുണ്ട്. ഇത് 1ാമത്തെ സൈഡ്, ഇത് 2ാമത്തെ സൈഡ്. ഇങ്ങനെയാണ് ത്രീഫോൾഡ് ബ്രോഷർ ഇരിക്കുന്നത്. ഇതിനെ എന്നിട്ട് 2 സൈഡുകളിലാക്കി നമ്മുടെ ഓഫ്സെറ്റ് പ്രസ്സുകളിലൊക്കെ പ്രിൻ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഈ പേജ് വരും. ഈ പേജിൻ്റെ ബാക്കിൽ ഇത് വരും. അതുപോലെ തന്നെ ഈ പേജിൻ്റെ ബാക്ക് ഇതായിരിക്കും വരിക. ആ രീതിയിലാണ് അതിന് ഫോൾഡിങ് വരുന്നത്. ഇങ്ങനെയാണ് ഒരു ത്രീഫോൾഡ് ബ്രോഷർ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ 2ൻ്റെയും കോപ്പികൾ നമുക്ക് ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം.